ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വിമാനത്തിൻ്റെ രൂപത്തിലൊരു വീഡിയോ ചെയ്തൊരു ചേട്ടനെ പറ്റി. അപ്പോൾ അതിൻ്റെ വിമാനത്തിൻ്റെ ഒക്കെ പണി ഏറെക്കുറെ എല്ലാം തന്നെ കഴിഞ്ഞെന്ന് ഇങ്ങനെ ആരോ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്ത് ഞാനും ദേവും അമ്മയും 2 കുട്ടികളുമായിട്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞ് വിട്ടു അവിടുന്ന്. ഞങ്ങളെന്തായാലും നമ്മുടെ സ്വന്തം വാഹനമായ നമ്മുടെ പാവങ്ങളുടെ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഭയങ്കര മോശം കേട്ടോ. വിമലഗിരി എന്ന് പറഞ്ഞൊരു ചെറിയ ടൗണിൽ നിന്ന് തിരിഞ്ഞാണ് ഇങ്ങോട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരെയുള്ള വഴി ഭയങ്കര മോശമാണ്. ടാറിങ് ആണെങ്കിലും വഴി നന്നായിട്ട് കട്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് വന്നപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മഴയൊക്കെ പെയ്ത് കുറച്ചുകൂടെ മോശമായെങ്കിലേ ഉള്ളൂ ഈ റോഡ്. ഇത് കണ്ടില്ല, അങ്ങോട്ട് കയറുന്ന വഴിയൊക്കെ ശരിക്കും വെള്ളം വന്ന് ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായതുകൊണ്ട് നന്നായിട്ട് കുത്തിയൊലിച്ച് പോയിട്ടുണ്ട് റോഡിൻ്റെ എല്ലാ മേഖലയും. അപ്പം മൊത്തം കുളമായിട്ട് കിടക്കുക. എന്തായാലും ഓട്ടോ ഞാൻ കുറേ റിസ്ക് എടുത്ത് ഇവിടെയൊക്കെ വന്ന് കയറ്റി. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് കയറി അങ്ങോട്ട് പോയി. മുൻപ് ഞാൻ പോയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറച്ചങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഒരു ചെറിയ കോൺക്രീറ്റ് കയറ്റം വരുന്നുണ്ട്. കോൺക്രീറ്റ് പിന്നെ കുറച്ചിടം മാത്രമേ ഉള്ളൂ. അവിടെ അത്യാവശ്യം ആൾ താമസമൊക്കെ ഉള്ള, അവിടെ ജാതിയായും തേക്ക്, കൊക്കോ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു കയറ്റം കയറിയപ്പോഴത്തേനും ഒരു 3-4 വീടേ ഉള്ളൂ, വേറെ അങ്ങനെ ഒരുപാട് വീടൊന്നുമില്ല. എന്തായാലും കയറി പോകുന്ന ഈ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല പച്ചപ്പും നല്ല പുല്ലൊക്കെ ആയിട്ട് നല്ല രസമൊക്കെ കാണാൻ. ഇപ്പോൾ ആ കോൺക്രീറ്റ് കയറ്റം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു കുരിശുണ്ട്. ഈ വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയുടെ കുരിശുമല കയറാൻ വരുന്നൊരു കുരിശൊക്കെയാണ് ഇവിടെ. എന്തായാലും നല്ല രസമാണ്. ഇവിടെയൊക്കെ അടിപൊളി ഒരു ഏരിയ. ഇവിടം വരെയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്. ഇവിടെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് വെച്ച ഫ്ലെക്സ് വരെ കീറിയോ? വേദനകളെ ആരമലേ ഇവിടെ നോക്കി. ആരമലേ ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. അതിനാ വയ്യേ? ഇതായിട്ട് കൈ കാണിച്ചേ. കൈക്ക് എന്നാ പറ്റി? ഇതെന്നാ പുല്ല പോയി പിടിച്ചല്ലേ? സാരമില്ല, നടക്ക്. ഭയങ്കര എക്സ്പ്രഷൻ ആണല്ലോ. കൈ കാണിച്ചു തരാമോ? വന്നതേ പണി മേടിച്ച്. നീറുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ബായോ മീനേ, എൻ്റെ ഉറക്കം കഴിഞ്ഞോ? ഒരു ഹായ് പറഞ്ഞേരെ. ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറയടി. പന്തം കണ്ട പിരിച്ചാടി ഇരിക്കണ പോലെ ഇരിക്കണേ. നമുക്ക് ഇവിടം വരെ പോയിട്ട് വരാം. പോലെ ഇത് ഇവിടെ നിന്ന് ഒത്തിരി വലിയ താഴത്തേക്ക് കുഴി കാണാം. അപ്പം ഇതിൻ്റെ തൊട്ട് മുകളിലാണ് വിമാനം ഉണ്ടാക്കി വെച്ചേക്കുന്നേ. പക്ഷെ ഇങ്ങോട്ട് ഇതേ ഒരു വണ്ടിയൊക്കെ ഇറങ്ങി പോകുന്ന ഗ്യാപ്പ് ഇവിടെ കണ്ടു. റോഡ് പോലെ ചെറിയൊരു വഴി പോലെ. നല്ല രസമുണ്ട് കാണാൻ സ്ഥലം. അയ്യോ, ഇത് അടുത്ത ദിവസം കണ്ട് തെളിച്ചാന്ന് തോന്നുന്നു. റോഡൊക്കെ നല്ലേ ഇങ്ങോട്ട് വണ്ടി പോകാനുള്ളതേ വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, അമ്പോ ഒരു രക്ഷയില്ല. ഇത് അങ്ങ് അതിലൊരു പള്ളി നിൽക്കുന്നുണ്ടോ? ആ പള്ളിയുടെ കുരിശുമലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പോണില്ലേ? അത് പൊക്കോളൂന്നേ. ഇപ്പോഴേ വീടൊന്നുമില്ല. ഇപ്പോഴേ പോവോ? അത് കൈ കാണിച്ചേ. മുറിഞ്ഞ പാട് പോലും കാണുന്നില്ല. ഇങ്ങോട്ട് നോക്കി ഗൈസ്, എൻ്റെ കൈ മുറിഞ്ഞു ഗൈസ് എന്ന് പറഞ്ഞേ. ആരമലേ അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകാല്ലേ. അന്ന് വന്നാൽ ഫുൾ ഉണങ്ങി കിടക്കുമായിരുന്നല്ലേ. നല്ല നല്ല പച്ച കളർ. 10 മാസമായി കാണൂലേ? എന്നാ പിന്നെ പീപ്പി എടുത്ത് പോണോ? എഴുതി വെച്ചാലുണ്ടോ അള്ള്. അള്ളെന്ന് കേട്ടുകഴിഞ്ഞാൽ പലർക്കും അറിയില്ല. അള്ളെന്ന് പറഞ്ഞാൽ ചെറിയ ഗുഹയ്ക്കൊക്കെ ഈ ഇടുക്കിയിൽ അള്ളെന്ന് പറയാം. ഗുഹയും ഇതൊക്കെ പാറയള്ള് അങ്ങനെയൊക്കെ. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഇതാണ് അള്ള് എന്ന് പറയുന്ന സംഭവം.
ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. തേക്കൊക്കെ ഉണ്ട്. അള്ള് അത്ര വലിയ ആളൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ ആള്. ജസ്റ്റ് കുത്തിയിരുന്നും എഴഞ്ഞൊക്കെ ഒരാൾക്ക് ഉള്ളിലേക്ക് കയറിപ്പോവാം. അല്ലാണ്ട് അമ്മേ ഇതിനകത്തൊരു പാമ്പുണ്ടോന്നറിയില്ല. അപ്പുറം ഗ്യാപ്പാ, വേരൊക്കെ കയറി ഫുള്ള്. ഈ സാധനത്തിൻ്റെ പേരെന്നാ അറിയോ? ഇതാണ് അണ്ണാമ്പച്ച. അണ്ണാമ്പച്ച എന്ന് ഉദ്ദേശിക്കാൻ കാരണം ഈ ഇതിൻ്റെ ഇതുണ്ട്, തൊലി കണ്ടോ, ഏറെക്കുറെ അണ്ണാൻ്റെ മുകളിലിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആരവല്ലേ, നീ അള്ള് കാണാൻ വന്നാണോ? ഇതാടാ അള്ള്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴത്തേനും കുറേ സാധനമൊക്കെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇതിൽ കയറാം അല്ലേ? ഇതിലെ വഴിയുണ്ട്. മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന്തേ നല്ല പാറയിലൊക്കെ പുല്ല് മുളച്ച് നിൽപ്പുണ്ട്. അമ്മയൊക്കെ അമ്മയുടെ ചെറുപ്പത്തിൽ ഈ സാധനമല്ലേ അമ്മ പഠിച്ചു സാധനം അറിയാമല്ലേ? ആദിവാസികളിലെ അവസാന കണ്ണിയാ. നല്ലൊരു കളർ വരും പൊട്ടിച്ചു കഴിയുമ്പോഴേ. ഞങ്ങളത് സ്ലൈറ്റ് അത് നല്ലത് നോക്കി പഠിച്ചെടുത്ത് തിന്നുമായിരുന്നു. ഊഞ്ഞാല് കുട്ടികൾക്ക് മാത്രം. ഇതിൽ വിശ്വസിച്ച് കയറിയിരിക്കാൻ പറ്റുമോ? തടി കഷ്ണമാ ചെറിയ. ആരമല്ലേ ഊഞ്ഞാലെ കയറുന്നുണ്ടോ? കൈ മുറിഞ്ഞില്ലേ? എന്നാ കയറണ്ട. അവിടെ ഇരിക്കണോ? ഇപ്പൊ ചേട്ടനും അനിയത്തിക്കും കാലടിപ്പിച്ചു വെച്ചാ കൊച്ച മീനുവിനോട് നമ്മൾ വിമാനത്തിന്റെ തൊട്ടടുത്തെത്തി. സ്വാഗതമൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും ഉദ്ഘാടനത്തിന് വേണ്ടി. 27 പറഞ്ഞിട്ടാണ് എന്നാ 27 പറഞ്ഞ് ഉദ്ദേശിക്കുന്ന എന്നാ? അതൊക്കെ പുള്ളി തന്നെ സെറ്റ് ചെയ്താട്ടോ. ആനയും ചെറിയൊരു ഫാന്. ഇതൊക്കെ നല്ല കട്ടിയുള്ള സാധനമാണ്. ഇതൊക്കെ ഇങ്ങനെ വളച്ചുണ്ടാക്കണമെങ്കിൽ നല്ല പാട് വിട്ടിട്ടുണ്ടാവും. ഫൈനലി നമ്മൾ ഇതിൻ്റെ അടുത്തെത്തി. അവൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ. മഴ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെയൊക്കെ പുല്ല് കയറി മൊത്തം കുളമായി. ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ മീനുണ്ടല്ലേ. ല്ലേ ഒരു പച്ചത്തവള കിടപ്പുണ്ട് ഇതിനകത്ത്. മാനും പ്ലാവും ചക്കയും. കിനിപ്പന്നി ഓടി നടക്കുക. അങ്ങോട്ട് പോയി കിനിപ്പന്നി. ഇതിലേക്ക് കുറച്ച് നേരം നോക്കിയിരുന്ന മനുഷ്യന് ചാനലാവൂലോ. ഉള്ളിലെ പണി മൊത്തം കംപ്ലീറ്റ് ഒന്നും തീർന്നിട്ടില്ല. ഉള്ളിലേക്ക് അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മൊത്തം കഴിയാത്തത് കൊണ്ട് തന്നെ ഇനിയും വൃത്തിയാക്കാനൊക്കെ ഉൾവശമുണ്ട്. പുറകും വശം ഏറെക്കുറെ പൂക്കളും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല രസമായിട്ടുണ്ട്.
പിന്നെ അവിടെ വിമാനത്തിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല ചൂടും വെയിലും ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുകളിലൊരു തണലത്ത് കയറിയിരുന്നു. എന്തായാലും ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്, നല്ല തണുപ്പും നല്ലൊരു ചെറിയ കാറ്റൊക്കെ ആയിട്ട്. ദേ ഇവിടെ കണ്ടോ, ഇവിടെ ഇനിയൊരു ചായക്കട റെഡിയാക്കണം എന്നാണ് വിമലയേട്ടൻ പറഞ്ഞത്. എന്തായാലും സംഭവമൊക്കെ അടിപൊളിയായിരിക്കും. കാണാൻ വരുന്നവർക്ക് കുറച്ച് വെള്ളം കുടിക്കാനും എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ഉദ്ദേശമാണ്. ഞങ്ങൾ വന്നതിനേക്കാളും വെയിലായിട്ടുണ്ടായിരുന്നു, ഇപ്പം നല്ല ചൂടുമുണ്ട്. എന്തായാലും ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.